മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ കണ്ണൻ സത്യങ്ങൾ അറിയാനുള്ള എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. ആ ദിവ്യയായിട്ടുള്ള അമ്മയാണെങ്കിൽ മാർക്കോയോട് പറയുകയും ചെയ്യുന്നുണ്ട്, എല്ലാവരും അറിയേണ്ട ഒരു സമയമുണ്ട് മാർക്കോ, ആ സമയത്ത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഇപ്പം പ്രതിസന്ധി സമയം മഹാലക്ഷ്മിക്ക്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ മാർക്കോയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളുടെ മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുമ്പം കണ്ണൻ 7-ാം മാസത്തെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മിക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും ഈ കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞാലുള്ള കാര്യങ്ങൾ ഓർത്തൊരു പേടിയാവുന്നുണ്ട്. കണ്ണൻ ഫോൺ വെച്ച് കഴിഞ്ഞതും മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ 7-ാം മാസത്തെ ചടങ്ങുകൾക്ക് വേണ്ടി കമലേശ്വരത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞ്. ആ ചടങ്ങുകൾക്ക് മുമ്പായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു ലേഖ എന്ന് പറയുമ്പം മഹി അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ മഹിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. മഹി അന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ. പിന്നീട് മഹിക്ക് പറയാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ മഹിക്ക് എന്തായാലും ഈ സത്യങ്ങൾ പറയാമായിരുന്നു. ഇനിയിപ്പം നമ്മൾ കണ്ണേട്ടനിൽ നിന്നും മറച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ആ പ്രതാപൻ ഏതായാലും കണ്ണേട്ടനോട് പറയാണ്ടിരിക്കില്ല. അങ്ങനെ കണ്ണേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടനെ അത് താങ്ങാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും കണ്ണേട്ടനത് സഹിക്കാനുള്ള ശക്തി കിട്ടണമെന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കും മഹിന്ന്. പിന്നീട് നമ്മളുടെ വാമദേവനാണെങ്കിൽ സീമന്തിനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സീമന്തിനി ആകെ പ്രശ്നമായി, എന്താ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ആ പ്രതാപൻ എന്തൊക്കെ സംഭവിച്ചാലും കണ്ണനോട് സത്യങ്ങൾ പറയണമെന്നും പറഞ്ഞ് നടക്കുക. ഇപ്പോൾ പ്രതാപൻ്റെ ശരീരത്തിലുള്ളത് ശരിക്കും ആ വിശ്വനാഥൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് വിശ്വനാഥൻ പെരുമാറുന്ന പോലെ തന്നെ ഈ പ്രതാപം പെരുമാറണേന്ന കരുണ വന്നപ്പോൾ പറഞ്ഞത്. എന്തായാലും ഞാൻ കരുണയെ ഒന്ന് വരട്ടി വിട്ടിട്ടുണ്ട്, അവളങ്ങനെ പേടിക്കണ കൂട്ടത്തിലല്ലല്ലോ എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ആദ്യം അവൾ എന്നെ വെല്ലുവിളിച്ച് നിൽക്കുമായിരുന്നു, പിന്നീട് ഞാൻ അവളോട് പറഞ്ഞു, എന്തായാലും നിൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോയാൽ അയാൾ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ആ വഴിക്ക് പോവും, പിന്നെ നിനക്ക് സ്വത്തൊന്നും ഉണ്ടാവില്ല, സ്വത്തില്ലാത്ത നിന്നെ ഉണ്ണി സ്വീകരിക്കുമല്ല, അല്ലെങ്കിൽ നിൻ്റെ സ്വത്തെങ്കിലും കണ്ട് ഉണ്ണി നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും പേടിയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതാപനെ എത്രയും പെട്ടെന്നൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, പിന്നെ കണ്ണനെ കണ്ട് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അന്നേരം ഈ സീമന്തിനി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം പെരുമാറാൻ, ഇല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവും. കരുണയും അപകടകാരിയാണ്. അതുപോലെ തന്നെ ഉണ്ണി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവനോടെ വെച്ചേക്കുമെന്ന് തോന്നണില്ല. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, അവൻ പ്രതാപനേക്കാളും അപകടകാരിയാണ്. എന്തായാലും അവൻ ആസ്പത്രിയിൽ ചെന്നാൽ പ്രതാപൻ അവനോട് പറയാതിരിക്കില്ല അവൻ്റെ അച്ഛനെ കൊന്നതാണ്. കാരണമോള് തൽക്കാലം അവനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മനുഷ്യ, നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോൾ സ്വാതിയുടെ വിവാഹത്തിന് കണ്ണൻ സഹായിക്കുമെന്നും തോന്നണില്ല. ഇത്രയും നാളും എന്തൊക്കെ ദ്രോഹം ചെയ്തെങ്കിലും അവൻ സഹായിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹായിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ മേഘൻ്റെയും ശമ്പളം വരെ മുടങ്ങും, പിന്നെ ജീവിക്കണമെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട വരുമെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എല്ലാം സംഭവിച്ചു പോയില്ലേ സീമന്തിനി, 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്ന് പോലീസ് ഒരുപാട് അന്വേഷിച്ചിട്ടും ആ ലോറിയോ ഡ്രൈവറെയോ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്നിപ്പോൾ പ്രതാപൻ തന്നെ അതെല്ലാം വിളിച്ചു പറയുമെന്ന് നമ്മൾ വിചാരിച്ചോ. ഇനിയിപ്പോൾ എങ്ങനെയും അവൻ്റെ വായ അടപ്പിച്ചേ പറ്റുള്ളൂ എന്ന്. ഇതേസമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ്. കരുണയുടെ അടുത്തേക്ക് ദുർഗ വന്നിട്ട്, മോളെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, നമ്മൾ അച്ഛൻ്റെ അടുത്തൊന്നും പോയില്ലല്ലോ, മോളൊന്ന് ഉണ്ണീനോട് പറ, നമുക്കെല്ലാവർക്കും കൂടി പ്രതാപനെ ഒന്ന് കാണാൻ പോകാമെന്ന് പറയുമ്പം കരുണ ആകെ പേടിക്കുന്നുണ്ട്. അമ്മയെങ്ങാനും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ അമ്മയോട് പറയും ഭർത്താവിനെ കൊന്നത് ഞാനാണ്. അത് കേട്ടാൽ പിന്നെ എൻ്റെ ജീവിതം പോക്കാം. എന്തായാലും അമ്മയുടെ പോക്ക് തടയണം എന്നൊക്കെ വിചാരിച്ച് ഈ കരുണ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ പോകണ്ട അമ്മേ, ഇപ്പം നമ്മൾ പോകാൻ പറ്റിയ സമയമല്ല, അച്ഛനാകെ വയലൻ്റായിട്ട് നിൽക്കുക, നമ്മളെ കണ്ടാൽ അച്ഛനെ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിന് നമ്മളോട് ദേഷ്യപ്പെടാൻ നമ്മൾ പ്രതാപനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ മോളെ പ്രശ്നം. അതമ്മേ അച്ഛനവിടെ ഭയങ്കര പ്രശ്നമാണ്, മുത്തശ്ശിയോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കണേ, എന്നോടും അതെ, അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ വന്നിട്ട് പോവാത്തേന്ന്. ഇതേ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ട് വന്നിട്ട് ദുർഗയോടും കരുണയോടും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ തമ്മിലൊരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ, അതല്ല മോനെ, ഞാൻ മോളുടെ അച്ഛനെ കാണാൻ പോണ കാര്യം പറഞ്ഞപ്പോൾ മോള് വേണ്ടാന്നാണ് പറഞ്ഞത്. അന്നേരം ഈ ഉണ്ണി പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ ആരെയോ കൊന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അമ്മാവൻ പറയണ കേട്ടു. എൻ്റെ സംശയം ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെയാണ് ഇവളുടെ അച്ഛൻ കൊന്നേന്നാന്ന് പറയുമ്പം ദുർഗയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ എന്താ പറഞ്ഞത്, വിശ്വട്ടനെ കൊന്നത് പ്രതാപനാണെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ, അല്ലമ്മേ ഞാനൊരു സംശയം പറഞ്ഞതാന്ന് പറയണം. അന്നേരം ഈ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തൊക്കെയായി പറയണേ,
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയില്ല ഉണ്ണിയേട്ടാന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ആവശ്യമില്ലാത്തതാണോ ഉള്ളതാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ നിൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പോകുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ വാമദേവന് ഫോൺ ചെയ്യുന്നുണ്ട്. വാമദേവൻ ഫോൺ എടുത്തതും എന്താ ഉണ്ണിയെന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മാവിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അത് കേട്ടതും വാമദേവൻ എന്തിനാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്, നേരിട്ട് കണ്ടിട്ട് പറയാം, എന്തായാലും ഞാൻ കരുണയുടെ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടതും ഈ വാമദേവനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പക്ഷേ ഉണ്ണി ആസ്പത്രിയിൽ പോയെങ്കിലും കരുണയുടെ അച്ഛനെ കാണാൻ ഈ മുത്തശ്ശി സമ്മതിച്ചിട്ടൊന്നുമില്ല. അത് വാമദേവനെ അറിയില്ല. അങ്ങനെ സീമന്തിനിയോട് പറയുന്നുണ്ട്, ആകെ പ്രശ്നമായി സീമന്തിനി, ഉണ്ണി എന്നെ കാണണമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെന്താ ഇപ്പോൾ പ്രത്യേകിച്ചെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, അവൻ പ്രതാപനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി പ്രതാപൻ സത്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ അവനെയും കൂടിയും കൊല്ലേണ്ട അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞു. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലാനായിട്ട് നടന്നോ, അപ്പോൾ പിന്നെ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കുമൊന്നും വേണ്ടല്ലോ, നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സീമന്തിനി ദേഷ്യപ്പെട്ടോട്ട് പോകുന്നുണ്ട്. ഇതേസമയം ഉണ്ണി പ്രതാപനെ കാണാൻ പോയ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനെ കാണാൻ അനുവദിക്കാത്തതും ഉണ്ണി നിരാശയോടുകൂടി തിരിച്ചു വന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി എന്നെ അയാളെ കാണാൻ അനുവദിക്കാത്തത്. ഇനിയിപ്പം അയാൾ വിളിച്ചു പോകുന്നത് എൻ്റെ അച്ഛനെ കൊന്ന കാര്യമായിരിക്കുമോ, എന്നെ കാണുമ്പോൾ അത് അയാൾ പറഞ്ഞെങ്കിലോ എന്ന് കരുതിയായിരിക്കുമോ മുത്തശ്ശി എന്നെ കാണാൻ അനുവദിക്കാത്ത. എന്തായാലും ആ സത്യം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കരുണയ്ക്കും ആ സത്യങ്ങൾ അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും കരുണ എന്നെ അമ്മയെ അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞ് തടയണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മ പുറത്ത് പോയിട്ട് റൂമിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രതാപനെ കാണില്ല. അങ്ങനെ പ്രതാപൻ എവിടെയാണെന്ന് നോക്കി ഈ അമ്മ അന്വേഷിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവൻ എവിടെ പോവാനാ, എന്തായാലും ഡോക്ടറോട് ചോദിക്കാമെന്നും പറഞ്ഞ് ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ പ്രതാപനെ ഡോക്ടർ റൂമിൽ നിന്ന് എങ്ങടെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ എങ്ങോട്ടും കൊണ്ടുപോയില്ലല്ലോ, അയാൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്താ പ്രശ്നം, എന്നാൽ അവനെ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയണു. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മയും ഡോക്ടറൊക്കെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആർക്കും അറിയില്ല പ്രതാപൻ എവിടെ പോയിന്ന്. ഇതേസമയം പ്രതാപൻ്റെ അമ്മ കരുണേനെ ഫോൺ വിളിക്കുന്നുണ്ട്. മോളെ പ്രതാപനെ കാണാനില്ല എന്ന് പറയുമ്പം കാണാനില്ല എന്നോ, എന്തൊക്കെയാണ് മുത്തശ്ശി പറയണേ, കാല് രണ്ടും ഒടിഞ്ഞ് കിടക്കണ അച്ഛൻ എവിടെ പോവാനാ, എന്തായാലും മുത്തശ്ശി അവിടെ നോക്കുമെന്ന് പറയുമ്പോൾ മോളെ ഞാൻ ഈ ആസ്പത്രി മുഴുവൻ നോക്കി പ്രതാപനെ കാണുന്നില്ല. ഇനിയിപ്പോൾ പ്രതാപൻ കണ്ണനോട് സത്യങ്ങൾ പറയാൻ വേണ്ടി പോയതായിരിക്കും മോളെ. അങ്ങനെ കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതാപനേക്കാളും കൂടുതലായിട്ട് അത് ദോഷം ചെയ്യുന്നത് മോളെ ആയിരിക്കുമല്ലോ മോളെ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അത് മുത്തശ്ശി പറഞ്ഞത് നേരെ, അച്ഛനേക്കാളും കൂടുതൽ ദോഷം ചെയ്യാൻ പോണത് എനിക്ക് തന്നെ. ഇനി നമ്മൾ അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കും, ഇനിയിപ്പോൾ കണ്ണേട്ടനെ കാണാൻ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കരുണ ചോദിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയില്ല മോളെ, ഇനി ഇവനെയും കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ, അതാ വാമദേവൻ പറഞ്ഞതുപോലെ ഇവനെ വലിയ മെൻ്റൽ ആശുപത്രിയിലും കൊണ്ടുപോയി കിടത്തണം എന്നാണ് തോന്നണേന്ന്. ഇതേ സമയം നമ്മളുടെ പ്രതാപനെ ആണെങ്കിൽ ഒരാൾ കാറിൽ നിന്ന് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറക്കിയിട്ട് അയാൾ എന്നെ താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം, എന്തായാലും നിങ്ങൾ വാ, നിങ്ങളെ കാണാൻ ഒരാൾ കാത്തു നിൽക്കണ്ടെന്നും പറഞ്ഞ് ഈ പ്രതാപനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ വാമദേവനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ണി വരുന്നുണ്ട്. ഉണ്ണീനെ കണ്ടതും വാമദേവനക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇനി ഇവൻ സത്യങ്ങൾ അറിഞ്ഞിട്ട് വന്യായിരിക്കുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ വാമദേവൻ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ ഉണ്ണി നീ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം അമ്മാവനോട് ചോദിക്കാനുണ്ട്, അന്ന് എൻ്റെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് ഒരു ലോറി ഓടിച്ച് കയറ്റിയില്ലേ, അതാരാന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ ഉണ്ണി, എന്തായാലും അന്ന് ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയതാണ്, പക്ഷേ ആ ലോറിയോ ഡ്രൈവറോ ഒന്നും ഇതുവരെ കണ്ടു കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ വർഷം 10-20 ആയില്ലേ, ഇനിയിപ്പോൾ അത് ആരാന്ന് എങ്ങനെ അറിയാനാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അന്ന് എൻ്റെ അച്ഛൻ്റെയും കണ്ണേട്ടൻ്റെയും ദേഹത്തേക്ക് ലോറി ഓടിച്ച് കയറ്റിയത് കരുണയുടെ അച്ഛനാണോ എന്ന്. അതെന്താ ഉണ്ണി നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല, അവളുടെ അച്ഛൻ്റെ ശരീരത്ത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറിയെന്ന് പറയണു. ഇതിനു മുമ്പ് ഒരിക്കലും എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിൽ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കൃത്യമായിട്ട് അവളുടെ അച്ഛൻ്റെ ദേഹത്ത് നിന്ന് കയറണേ? ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ അയാളെ മാത്രം ശല്യം ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണൂലേ. അതുമാത്രമല്ല പണ്ട് അവളുടെ അച്ഛനും ലോറി ഡ്രൈവറായിരുന്നു, അന്ന് അയാൾ ഒരുപാട് കൊള്ളരുതായ്മകളൊക്കെ ചെയ്ത ആളാണ്. ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനെ കൊന്നതും അയാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നീട് അയാൾ ആസ്പത്രിയിൽ എല്ലാവരോടും പറയുന്നുണ്ടെന്നാണ് പറഞ്ഞ് അയാൾ ആരെയോ കൊന്നു എന്നൊക്കെ, അത് മിക്കവാറും എൻ്റെ അച്ഛനെ ആണോയെന്നാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പോൾ രാമദേവനാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
മഹാലക്ഷ്മിനെയും ലേഹേനെയൊക്കെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ലേഹയോട് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമാവോ ലേഹയെന്ന് വയ്ക്കുമ്പം. എന്തായാലും കണ്ണേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനത് സഹിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം മഹി ഇതെല്ലാം മറച്ചു വെച്ചില്ലേ, ആ ഒരു വിഷമം കണ്ണേട്ടനുണ്ടാവും. പിന്നെ ഞങ്ങൾക്കൊക്കെ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് മഹി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇപ്പം എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, മാർക്കോയും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കണ്ണേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാന്ന്. അങ്ങനെ മഹാലക്ഷ്മിയൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.